എന്താ കേശവ ചേട്ടാ ഈ സിനിമയില് നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച്, അതായത് നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇവർക്ക് എന്തെങ്കിലും എന്താ പറയുക, പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനൊന്നും മലയാള സിനിമയിലൊന്നും ഇല്ല. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കണോണ്ടെന്ന് കുഴപ്പം? അങ്ങനെയൊക്കെ വഴിയില്ല. വെറുതെ ചുമ്മാ ഒരു കരക്കമ്പിയും അത് ഇതൊക്കെ അടിച്ചിറക്കണമെന്ന് അങ്ങനത്തെ ഒരു ഇതൊന്നും മലയാള സിനിമയിലൊന്നും ഇല്ല. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ? അതിനൊരു സംഭവം ഉണ്ട്. അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അത് മാസികയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ്. എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതായത് കല്യാണ സൗന്ദര്യം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ദിലീപാണ് നായകൻ, ജഗദീഷ് ചേട്ടൻ്റെ എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യ ഉണ്ണിയുടെ ആയത്തപ്പട അങ്ങനെ വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യ ഉണ്ണി ചോദിച്ചു, സാറേ എന്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ. അയ്യേ എനിക്കൊന്നും വേണ്ട. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അയ്യോ ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട. എന്തത്, എനിക്ക് എന്റെ മുറച്ചെറുക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം. പരമനാറി പട്ടി കഴിവരടാ മോളെ. അപ്പൊ വിനയൻ സാറിന് പറഞ്ഞു, കുട്ടി ഇത് സിനിമയല്ലേ, സിനിമയിൽ മുറച്ചെറുക്കുന്ന പറഞ്ഞ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ. അന്നത്തെ ചോരത്തിളപ്പി അല്ല അങ്ങനൊന്നും പറ്റില്ല, എനിക്ക് വെളുത്ത ചെക്കനെ വേണം മുറച്ചെറുക്കനായിട്ട്. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ? പണ്ട് ആരാ പറഞ്ഞിട്ടുണ്ട്, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന്, ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലം ആയസും പോയി എൻ്റെ അഴകും പോയി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.